അഹാന കൃഷ്ണകുമാർ അങ്ങനെ വീണ്ടും അപ്പച്ചീനെ എന്നാ പറയണ്ടേ, നിങ്ങൾ കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനാണോ അതോ തെളിവ് പറയാനാണോ അല്ലെങ്കിൽ അട്ടി കൊടുക്കാനും ചിലപ്പോൾ തോന്നും. കാരണം ഒരു പ്രായമുള്ളൊരു അമ്മച്ചീനെ സ്റ്റേജിൽ നിന്ന് ഒഴിവാക്കുന്നത് ഒരു സ്വന്തം അപ്പച്ചീനെയൊക്കെ ഒഴിവാക്കാൻ കാണിച്ച ഇതിലെ ബുദ്ധി നോക്കിക്കോളൂ. അപ്പച്ചി അവിടെ ഇരുന്നോളാൻ സിന്ധു കൃഷ്ണയും കൂടെ പറയുക. എന്താല്ലേ ഇവർക്ക് എയറിൽ നിന്ന് താഴോട്ടിറങ്ങാനുള്ളൊരു സമയം കിട്ടുന്നില്ല, ഫുൾ ടൈം എയറില്ല. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ വിഷയമെന്ന്. സംഭവമൊന്നുമില്ല. അവരെ കേൾക്കുമ്പോൾ അവരെ സ്റ്റേജിലെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ്, അവരുടെ ഫാമിലി മാത്രം ആയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ അപ്പച്ചി എന്ന് പറഞ്ഞ ആളെ ഈ പിക്ചറിൽ ഉൾപ്പെടുത്താതിരിക്കാൻ, അവരുടെ ഫാമിലി ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി, ഫോട്ടോയിൽ ഉൾപ്പെടുത്താതിരിക്കാൻ വേണ്ടി അഹാന കൃത്യമായിട്ട് പറയുകയാണ്. നിങ്ങളോ അപ്പച്ചി അവിടെ പോയിരുന്നോളാൻ പറയുമ്പോൾ അഹാനയുടെ അമ്മ സിന്ധു കൃഷ്ണൻ പറയുക, വീണ്ടും പറയുന്ന മനുഷ്യരെ ഇത്രയും സെൽഫിഷ് ആകാൻ പാടില്ല അല്ലേ. നമ്മൾ തന്നെ നമ്മളുടെ ഉള്ളിലോട്ട്, അല്ലെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളും മാത്രമുള്ളൊരു ഫാമിലി, അപ്പച്ചൻ അമ്മച്ചി അല്ലെങ്കിൽ വല്യമ്മ അച്ഛമ്മ അല്ലെങ്കിൽ അച്ഛൻ, ഇങ്ങനെയൊക്കെ വല്യച്ഛൻ, അങ്ങനെയുള്ളവരെയൊക്കെ പടിക്ക് പുറത്താക്കുന്ന ഒരിത്. കഴിഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തത് നിങ്ങൾ കണ്ടതാണ്. വല്യമ്മച്ചി എന്നായിരിക്കാം വിളിക്കുന്നത്. ആ അമ്മച്ചിയോട് അഹാന ചെയ്ത ക്രൂരത, വല്യപ്പനും വല്യമ്മച്ചി ഒറ്റയ്ക്കാണ് താമസിക്കുക. അഹാനയുടെ സ്വന്തം അമ്മയോട് ചെയ്ത ക്രൂരത മുഴുവൻ ചെയ്തൊരു വീഡിയോ നമ്മൾ ചെയ്തതാണ്. അപ്പോൾ അത്രമാത്രം ഒരു മനസ്സ് ഓപ്പൺ അല്ലാത്തൊരു പെണ്ണാണ്. നമ്മൾ പലപ്പോഴും സിനിമകളിലൊക്കെ വളരെ ആരാധനയോടെയൊക്കെ ചെറുപ്പക്കാരായാലും ആൾക്കാരായാലും കണ്ടുവന്ന ഇവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ സാധാരണക്കാരൻ തന്നെയാണ്. ഈ വക്രബുദ്ധിയും ഈ കൊള്ളരുതായ്മയും അല്ലെങ്കിൽ എന്നാ പറയണ്ടേ, ഈ അഹങ്കാരവും ഈ എന്നാ പറയണ്ടേ, അവരുടെ ഈ സാധാരണ ഒരു മനുഷ്യരുടെ ഇതല്ല അവർക്ക് ശരിക്കും ഉള്ളത്. വെറും ഇതാണ് ഉള്ളിൽ, വെറും എന്നാ പറയണ്ടേ പൊള്ളയാണ്. പൊള്ള മീൻസ് എന്നാ പറയണ്ടേ, ഇത്രയും കാണ്ടാമൃഗത്തിൻ്റെ, നമ്മൾ ചില സീരിയൽ കാണുന്ന പോലെ ചില ചേച്ചിമാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ചില സീരിയലിലെ അമ്മായിമ്മമാരുടെ സ്വഭാവമാണ് അഹാനയ്ക്ക്. ആ അഹാന ചെയ്തു കൂട്ടുന്നത് എല്ലാം ആ അമ്മച്ചി കഴിഞ്ഞ ദിവസത്തെ വീഡിയോകൾ പറഞ്ഞിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ അതിനകത്ത് കയറി നോക്കുക. അഹാനയുടെ വല്യമ്മ അല്ലെങ്കിൽ അമ്മയുടെ അമ്മ, ആ അമ്മേനെ ട്രീറ്റ് ചെയ്യുന്നത്, ആ അമ്മ വെളിപ്പെടുത്തിയ കാര്യം, സ്വന്തം മരുമോള് വേറൊരു മോള് വീഡിയോ ഷൂട്ട് ചെയ്ത് അവർ ബ്ലോഗാക്കി ഇട്ടേക്കുക. ആ ബ്ലോഗ് അടക്കം ഞാൻ അതിൽ വിട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. ഇപ്പം ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ. അവരവരുടെ ഒരു സെൽഫിഷ് ലോകത്താണ്, അവർ ആ സിനിമാറ്റിക് ലോകത്താണ്. എന്ന് വെച്ചാൽ അവർ അച്ഛനമ്മ കൃഷ്ണകുമാർ അല്ലെങ്കിൽ ഇവർ 3 പെൺമക്കൾ, ഒരു ഫാമിലി അവരെ അപ്സെറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. ഇപ്പോഴും അവരൊരു ഫാമിലിയിൽ അവർക്ക് ഇപ്പോഴും അത് മതി. അവർക്ക് ഈ അപ്പച്ചൻ വേണ്ട, അമ്മച്ചി വേണ്ട, ഈ പറയുന്ന അപ്പച്ചി വേണ്ട, ആരും വേണ്ട. ഇവർക്ക് വേണ്ടാത്തതിനെയൊക്കെ അവർ ഒഴിവാക്കും, ഇല്ലെങ്കിൽ അവർ ചവിട്ടി പുറത്താക്കും. ദൈവത്തെ പോലെ കാണേണ്ട ആൾക്കാരാണ് ഈ മാതാപിതാക്കൾ അല്ലേ. അപ്പച്ചിയായാലും വല്യമ്മയായാലും വല്യപ്പനായാലും ഒക്കെ അവരെയൊക്കെ ട്രീറ്റ് ചെയ്യുന്നത് ഒരു എന്നാ പറയണ്ടേ, വേണേ ഇങ്ങനെ കുറേ പൈസ ഒരാൾക്ക് ഒരു ഹോം കെയറിലെ ആളിനെ കൊണ്ട്, ഒരു പയ്യനെ കൊണ്ട് അവിടെ കൊണ്ട് നിർത്തിച്ച് അവനെ കൊണ്ട് നോക്കിക്കുക. സ്വന്തം അപ്പനെ അമ്മനെയൊക്കെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നാട്ടുകാരുടെ ഉത്തരവാദിത്തം അല്ലത്. ഒരു ഹോം കെയർ ജോലി ചെയ്യുന്ന ഒരുത്തിൻ്റെ ഇതല്ല. ജോലിക്കാരനെ കിട്ടുമെന്ന് വിചാരിച്ച് നിങ്ങൾ വലിയ ഡയലോഗൊക്കെ അടിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ മനസ്സിലായി. അഹാന എന്ന് പറയുന്ന നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഈ ഹിസ്റ്ററി പണ്ട് ഞാൻ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഷോർട്സ് ആയാലും കാര്യങ്ങളൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് അന്ന് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം നിങ്ങൾ അത്രയും ക്ലിയർ അല്ല. കാരണം ഈ വീഡിയോസും ഇതും കണ്ടപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ നിങ്ങളുടെ ഹിസ്റ്ററി, ഫാമിലിയുടെ ഹിസ്റ്ററിയൊക്കെ പുറത്തു വന്നപ്പോഴാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ള നിങ്ങളുടെ ആ അഹാനയുടെ സ്വഭാവം. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലുത് എന്ന് പറയുന്ന സ്വഭാവമാണ് അല്ലേ, അവൻ്റെ ക്യാരക്ടർ. ആ ക്യാരക്ടർ ഒട്ടും ശരിയല്ല. തനി ചില അമ്മായിമ്മമാരെ പോലെ നിങ്ങൾ കൂതറ സെറ്റപ്പാണ്, വെറും കൂതറയാണ് നിങ്ങൾ. അത് ഞാൻ പറയാം, ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. ഇത്രയും ഉളുപ്പില്ലാത്തൊരു പെണ്ണുങ്ങൾ സമ്മതിക്കണം. ഇന്ത്യയൊക്കെ സിനിമ
കാണാൻ തോന്നിയില്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പുച്ഛം തോന്നുക, പുച്ഛം. ഇത്ര ഉളുപ്പില്ലാത്ത ഒരു വകതിരിവെങ്കിലും വേണ്ടേ, അല്പം വകതിരിവെങ്കിലും വേണ്ടേ. കൃഷ്ണകുമാർ ശരിക്കും മക്കളെയൊക്കെ എന്താ പറയണ്ടേ, ഉള്ളംകൈയിൽ വളർത്തുന്ന ആളാണ്. എവിടെയാണ് ഇവർക്കൊക്കെ തെറ്റുപറ്റുന്നത് എനിക്കറിഞ്ഞൂടാ. അമ്മമാരാണല്ലോ വീട്ടിലെ മക്കളെയൊക്കെ എന്താ പറയണ്ടേ, നേർവഴിക്ക് നടത്തേണ്ടതും സ്നേഹിക്കേണ്ടതും, അല്ലെങ്കിൽ മാതൃക കാണിച്ചു കൊടുക്കണം. സ്നേഹിക്കുകയല്ല, മാതൃക കാണിച്ചു കൊടുക്കണം. സ്വന്തം അമ്മേനെ നോക്കി മാതൃക കാണിക്കേണ്ടത് സ്വന്തം അമ്മയാണല്ലോ. ഈ കൃഷ്ണകുമാറിനും സിന്ധുവിനുമൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഈ 3 മക്കൾ അവർ കെട്ടി മക്കളൊക്കെ ആയിട്ട് അവർ ഒരു വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങളെയും ഇതുപോലെ പടിയടിച്ച് പിണ്ടം വെക്കും. നോക്കിയോ, നിങ്ങളിതുപോലെ ഒരു ഹോം കെയറിലോ അല്ലെങ്കിൽ ഒരുപാട് ആ സമയമാകുമ്പോൾ ഇവിടെ ഒരുപാട് ഓൾഡ് ഏജ് ഹോമുകളുണ്ടാവും. ആ ഓൾഡ് ഏജ് ഹോമിലേക്ക് നിങ്ങളെ തള്ളിവിടും. നിങ്ങൾ കാത്തിരുന്നോ? അന്ന് ഞാൻ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ ചെയ്യും. അന്ന് ഇതുപോലെ ഞാൻ ഈ യൂട്യൂബ് ചാനലുമായിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് നിങ്ങളെക്കുറിച്ച് വീഡിയോ ചെയ്യും. ഈ അഹാന, ഈ ബാക്കി സഹോദരന്മാർ നിങ്ങളെ എഴുതി തള്ളിയിരിക്കും. നോക്കിക്കോ, നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന മാതൃകയെ മക്കൾ പഠിക്കുകയുള്ളൂ, അല്ലേ? മാതാപിതാക്കൾ കാണിക്കുന്ന അതേ മാതൃക തന്നെ മക്കൾ പഠിക്കുകയുള്ളൂ. മക്കൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ അത് നല്ലത് തിരിച്ചു കിട്ടും, അല്ലേ? മക്കൾക്ക് നല്ല മാതൃക കാണിച്ചു കൊടുക്കേണ്ടപ്പോൾ നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നതൊക്കെ വകതിരിവാണ്. അപ്പോൾ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.